ഒറ്റയ്ക്ക് വന്നവനാടാ, മെറിറ്റിൽ വന്നവനാടാ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് തുടങ്ങാം. പക്ക ക്രിഞ്ചേഷ് ആവേണ്ടിയിരുന്ന ഒരു സാധനം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വെൽ ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന സമയത്ത്, നല്ല പണി അറിയാവുന്നതിനെ കൊണ്ട് അഭിനയിപ്പിച്ചേക്കുന്ന സമയത്ത് കിട്ടിയേക്കുന്ന ഒരു സാധനം, അതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളൊരു കാര്യം പറയാണ്ട് പറ്റില്ല. നിവിൻ പോളി ഫാൻസിന് ആഘോഷരാവാണ്. കാരണം നിവിൻ പോളിനെ കുറിച്ച് പറയാനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട്. കാരണം നീണ്ട നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന നിവിൻ പോളിനേക്കാളും 10 മടങ്ങ് പവർഫുൾ ആയിട്ടാണ് നിവിൻ പോളി തിരിച്ചു വന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. കാരണം ഹ്യൂമർ എന്ന് പറയുന്ന സാധനം മോനെ ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഫാഫ ഒരു അടിപൊളി ആക്ടറാണല്ലേ. നമ്മൾ ആവേശ സിനിമയ്ക്കകത്തൊക്കെ ഫാഫയുടെ ഒരു അഭിനയം നമ്മൾ കണ്ടേക്കുന്നതാണ്. നമ്മൾ ചിരിപ്പിക്കാനായിട്ട് പുള്ളിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ പുള്ളി എപ്പോഴും ഒരു സൈക്കോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടാണ്. പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. പക്ഷേ നിവിൻ പോളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ പോലെ തന്നെ ഒരു പഴയ എന്താ പറയുക, പഴയ നല്ല നടന്മാരുടെ പോലെ ചെയ്യുന്ന സാധനത്തിനകത്ത് അതിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെ നമ്മൾ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് ചിലരുടെ കാര്യമല്ല, അത് ചില നടന്മാരെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. പഴയ ലാലേട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് നിവിൻ പോളി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചിരിപ്പിക്കുന്ന തരത്തിൽ, അതായത് ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ശരി, യൂത്ത് ആണെങ്കിലും ശരി, എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന തരത്തിൽ ഗൂസ്പംസ് ആണെന്നുണ്ടെങ്കിലും ഹ്യൂമർ ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്ന സിനിമയാണ് യഥാർത്ഥത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലോട്ട് കിടക്കാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പേര് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര്. കാരണം സിനിമ തുടങ്ങുന്ന സമയത്ത്, സിനിമ അവസാനിക്കുന്ന സമയത്തും ഈ പേരിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നുള്ളൊരു കാര്യം പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ റൈറ്റർ ആയിട്ടുള്ള ഷാരിസ് മുഹമ്മദ്, ഇവനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ പടച്ചുവിട്ട കടവുൾക്ക് 10ൽ 10 എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. കാരണം അത്രയും നീറ്റായിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ക പൊളിറ്റിക്സ് ആണ് ഈ സിനിമ. പക്ക പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, മതത്തിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഈ 3 പൊളിറ്റിക്സും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പൊളിറ്റിക്സും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ജനഗണമന പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഈ സിനിമയിലും പറഞ്ഞു വെക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഹ്യൂമറിൻ്റെ എലമെൻ്റ് ആണ്. ഹ്യൂമർ എന്ന് പറയുമ്പോൾ തമാശയുടെ ഒരു സംഭവം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത്, ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്. നമ്മളെ ചിരിപ്പിക്കാൻ മാത്രം എഴുതി വെച്ചേക്കുന്ന അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഡയലോഗുകളാണെങ്കിലും സ്ക്രിപ്റ്റുകളാണെങ്കിലും വെൽ സെറ്റായിട്ട് വന്നേക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ, നമ്മുടെ പപ്പച്ചേട്ടൻ പറഞ്ഞേക്കുന്ന പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പടം ആകെ മൊത്തം ടമാർ പടാറായനെ. പക്ഷേ അത് വളരെ നീറ്റായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിവിൻ പോളിനെ കുറിച്ച് തന്നെ പറയാതെ പറ്റില്ല. നിവിൻ തിരിച്ചു വന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പഴയ ദിലീപിൻ്റെ തമാശകൾ നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുള്ളിക്ക് ഒപ്പിച്ചു വയ്ക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും, ഡയലോഗ് ഡെലിവറി ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും, ബോഡി ലാംഗ്വേജ് കൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു നിവിൻ പോളിനെ ആയിരുന്നു എനിക്കിവിടെ കാണാൻ പറ്റിയായിരുന്നത്. അതായത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു നിവിൻ പോളിനെ ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റി. ഫാമിലി ഓഡിയൻസിനെ കൊണ്ട് കൈയടിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൊരു കാര്യം പറയാണ്ട് വരില്ല. കാരണം തിയേറ്ററിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ ഹ്യൂമർ എലമെൻറ്റും, പ്രത്യേകിച്ച് ഇദ്ദേഹം നാടിൻ്റെ പുറത്ത് പോകുന്ന സമയത്ത്, ഈ സിനിമയിൽ ഇദ്ദേഹം പുറം രാജ്യത്തേക്ക് പോകുന്നുണ്ട്, ദുബായിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ള പല കാര്യങ്ങളും, പല ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാണ്ട് പറ്റില്ല. അത്രയും നന്നായിട്ട് നിവിൻ പോളി ഈ സിനിമയിൽ ബെസ്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊടവയറൊക്കെ വന്നേക്കുന്ന സമയത്ത് അറിയാലോ, ഇപ്പോൾ കുറേ കാലമായിട്ട് നിവിൻ പോളി ഫിറ്റ് അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ സിനിമയിലും അദ്ദേഹം ഫിറ്റ് അല്ല. പക്ഷേ മലയാളിക്ക് എന്തിനാണ് ആ 6 പാക്ക് എന്ന് നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു പക്ക സാധാരണ ഒരു മലയാളിയുടെ അതേ തന്നെ ഒരു തന്മയത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമയിൽ വന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഹീറോ എന്ന് പറയുന്നത് നിവിൻ പോളിനെയാണ്. കൂടെ ധ്യാൻ ശ്രീനിവാസനുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ വന്നിരിക്കുന്ന സമയത്തുകൊണ്ട് കൈയടിയായിരുന്നു. കാരണം ഇന്റർവ്യൂ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ. അദ്ദേഹത്തിന് അഭിനയം ഇപ്പോൾ നമ്മൾ ചില സിനിമകളിൽ ലാലേട്ടൻ്റെ കൂടെ ശ്രീനിവാസൻ വന്നിരിക്കുന്ന പോലെ ഒരു പക്ക കൂട്ടുകാരുടെ സെറ്റപ്പിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത്. പേര് തന്നെ ഭയങ്കര ഒരു വെറൈറ്റി പേരാണ്. വളരെ ഫണ്ണി ആയിട്ടൊരു ക്യാരക്ടറാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇയാൾ ഒപ്പിച്ച് വെക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു എലമെൻറ്റ് ആകെ മൊത്തം മാറി മറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ധ്യാൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. അനശ്വര രാജൻ്റെ ഒരു പെർഫോമൻസ് സിനിമയിലുണ്ട്. നിവിൻ്റെ കാമുകിയായിട്ടാണ്, അതായത് നിവിൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇത് സെറ്റ് ആവുക എന്നുള്ളൊരു കാര്യം സിനിമയുടെ ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ വന്നേക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഒരു ചളമാക്കിയിട്ടില്ല. ആക്ച്വലി ഈ പ്രേമത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് അതിങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞു പോയിക്കുന്ന കാരണം തന്നെ അനശ്വര രാജൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പോയിക്കുന്നതിൻ്റെയാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണെന്നുണ്ടെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം വളരെ രസമായിട്ട് പോയിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഇവരുടെ ഇടയിലുള്ള ഹ്യൂമറും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോയിട്ടുണ്ട്.
എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ സിനിമയിൽ ഒരു അർബാബ് വരുന്നുണ്ട്. അർബാബ് എന്ന് പറയുന്ന സമയത്ത് അർബാബ് അല്ല, ആക്ച്വലി പാകിസ്ഥാനിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആട് ജീവിതത്തിലോട്ട് ഞാൻ പോയി. പാകിസ്ഥാനിയായിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇദ്ദേഹം വന്നേക്കുന്ന സമയത്ത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന കാര്യം, ദൈവമേ ഈ പടത്തിനകത്ത് ആട് ജീവിതമാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം പക്കാ ട്രാജഡിയിലോട്ട് ഈ കഥ അങ്ങ് മാറി മറയോ എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ അവിടെ ആട് ജീവിതത്തിൻ്റെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള എന്നാൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവുന്ന ഒരു എലമെൻ്റ് ആയിരുന്നു എനിക്ക് അവിടെ കാണാൻ പറ്റിയായിരുന്നേ. വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന, വളരെയധികം നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിനെയായിരുന്നു ഈ സിനിമയിൽ വന്നേക്കുന്ന ആ ഒരു പാകിസ്ഥാനി ക്യാരക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനെത്തുന്ന സമയത്ത് പല ആൾക്കാർക്കും കണ്ണൊക്കെ നിറയുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പാകിസ്ഥാനും ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് ശത്രു രാജ്യങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് രണ്ടുപേരും നല്ല ഉറ്റ സഹോദരങ്ങളാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയുടെ അവസാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ക്യാമറമാൻ ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസർ ആയിരുന്നു. ജെക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കമ്പോസിഷൻ വളരെ നന്നായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ജനഗണമനയിലൊക്കെ അവസാനം മറ്റേ പ്രഹരം തുടരെ എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ ഒരു പാട്ട് കൊണ്ട് നമുക്കൊരു കോരിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്തും വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിലുള്ള ബീജിയംസും പ്ലസ് സോങ്സും. നല്ല പാട്ടുകളാണ്. അതായത് റൊമാൻറ്റിക് ട്രാക്ക് ആണെന്നുണ്ടെങ്കിലും ഫൺ ട്രാക്ക് ആണെന്നുണ്ടെങ്കിലും ഈവൻ സെൻറ്റിമെൻ്റൽ കാര്യങ്ങളായിട്ടുള്ള ബീജിയംസ് പോലും എല്ലാം വളരെ നന്നായിട്ട് പോയിട്ടുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. ഈ സിനിമ പറയാൻ ശ്രമിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുടെയും ഒരു സിനിമാറ്റിക് വേർഷൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വെൽ സെറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിനകത്തുള്ള ഡയലോഗ്സിലാണെങ്കിലും വെൽ സെറ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് തന്നെയാണ്. കാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് വളരെ സീരിയസ് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്ന സമയത്ത് തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലും ഏതൊരു ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലും വളരെ ഹ്യൂമറസ് ആയിട്ടും പല കാര്യങ്ങളും ഇതിനകത്ത് കൈകാര്യം ചെയ്ത് പോയിട്ടുള്ളതിനെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്കാ തിയേറ്ററിൽ വാച്ച് ആയിരുന്നു. ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല ഈ സിനിമ കണ്ടേക്കുന്ന സമയത്ത്. സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ടേക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് തോന്നിയിരിക്കുന്നത്? ഐ മീൻ ഇപ്പം നിങ്ങൾ പല ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിരാശപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് വെച്ച് പോയിരുന്ന ഒരു സിനിമ ആയിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷയിലും ഉപരി ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ ആയിരുന്നു. ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഹ്യൂമർ, കുറേ ചിരിക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ മീ മൈ പേഴ്സണൽ റേറ്റിംഗ് ഈസ് 4.5 ഔട്ട് ഓഫ് 5. കാരണം പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് സിനിമയ്ക്കകത്ത് തോന്നിയില്ല. നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. എനിവേ സിനിമ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് വെച്ചേക്കാം. തൊട്ടടുത്തുള്ള ലൈക്ക് കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾസോ പാസ് സൈനിങ് ഔട്ട്. ബൈ.